നമസ്കാരം. എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന എക്സ്പോണൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ മാത്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പോണൻസിൻ്റെ ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് എക്സ്പോണൻസ്, എന്താണ് കൃത്യംഗങ്ങളെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇതിനകത്ത് ഉറപ്പായിട്ടും നമുക്ക് പഠിക്കേണ്ട 15 റൂൾസിലേക്കാണ്, 12 റൂൾസിലേക്കാണ്. മാജിക്കൽ റൂൾസ്, 12 മാജിക് റൂൾസിലേക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ 12 റൂൾസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാമോ? നമുക്ക് പഠിച്ചാൽ മാത്രം പോരല്ലോ, പഠിച്ചത് ഒരു സന്ദർഭത്തിൽ അപ്ലൈ ചെയ്യണം, കണക്കിൽ അപ്ലൈ ചെയ്യണം. അതാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച ഈ 12 റൂൾസിൽ നിന്നും 25 കണക്കുകൾ നമ്മൾ ചെയ്യും. 25 കണക്കുകൾ ചെയ്തിട്ട് നമുക്ക് റൂൾ അറിയാം. ആ റൂൾസ് അപ്ലൈ ചെയ്യാനും കണക്കിനകത്ത് അപ്ലൈ ചെയ്യാനും സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കാനും നമുക്ക് അറിയാം എന്ന് നമ്മൾ തെളിയിക്കും. റൂളുമായിട്ട് ബന്ധപ്പെട്ട ഏത് കണക്ക് വന്നാലും കൃത്യംഗത്തിൻ്റെ ഏത് കണക്കുകൾ ചെയ്യാനും നമ്മൾ ഉറപ്പിക്കും. നമ്മൾ വലിയ കണക്കിലോട്ടൊന്നും പോകത്തില്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ പഠിച്ച 12 റൂൾസ് അപ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ട് അവസാനം വരെ മുടങ്ങാതെ, മാറ്റാതെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഈ 25 കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് 12 റൂള് മനസ്സിലായി. ആ റൂൾ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്കറിയാം. ഏത് കണക്ക് വന്നാലും കൃത്യംഗത്തിൻ്റെ കണക്കിൻ്റെ ബേസ് ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് എത്ര വലിയ കണക്ക് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. മുടങ്ങാതെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ആദ്യത്തെ 1ാമത്തെയും 2ാമത്തെയും പാർട്ട് കൃത്യംഗങ്ങളിൽ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അതിൻ്റെ തുടർച്ചയാണ്, മാത്സ് തുടർച്ചയായിട്ടേ മാത്രമേ വരൂ. ആ 2 വീഡിയോസും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആ ചാനൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സഹായകരമാകും. അതും ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് കൃത്യംഗത്തിനകത്തെ മാജിക് റൂൾസ് എന്ന് പറഞ്ഞു 12 റൂൾസ് പഠിച്ചല്ലോ. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ 12 റൂൾസ് കൃത്യംഗത്തിൽ പഠിച്ചു വെക്കേണ്ട, ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ആദ്യത്തെ 12 റൂൾസ് നമ്മളെല്ലാവരും പഠിച്ചു. നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഈ പഠിച്ച റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യണം, കണക്കിനകത്ത് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ ഈ പഠിച്ച ഓരോ റൂൾസും നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ അതിനേക്കാട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു ഇത്തിരി കൂടെ കടുപ്പമേറിയ ചോദ്യങ്ങളൂടെ ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മൾ ഈ ടോപ്പിക്ക് അങ്ങ് ഉറപ്പിക്കും. ആദ്യം നമുക്ക് പഠിച്ച ആ 12 റൂൾസ് അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിലേക്ക് വരാം. ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് ചെയ്യും. അത് ചെയ്യുമ്പോഴത്തേക്ക് ആ 25 എക്സാമ്പിളിൽ നിന്ന് നമുക്കിതിനകത്ത് ഏത് കണക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബേസിക് ഐഡിയ, ഒരു ബേസിക് ധാരണ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് കണക്കിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 5/4 × 5/3 അങ്ങനെയാണ് ചോദ്യം. ഇത് കണ്ട ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം. 5/4 എന്ന് പറഞ്ഞാൽ ബേസ് 5, 5/3 എന്ന് പറഞ്ഞാൽ ബേസ് 5. അപ്പോഴേ നമ്മൾ പറയും ഇത് റൂൾ എന്ന് പറഞ്ഞാൽ a/m ഇടയ്ക്ക് ഇൻഡു ആണ്. സോ a/m × a/n എന്ന് പറഞ്ഞാൽ റൂള് പറയുന്നത് a/m+n എന്ന് നമുക്കറിയാം. a/m × a/n a/m+n ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പറയും 5/4 × 5/3 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ a/5/m+n എന്ന് പറയുമ്പം 4+3 എന്ന് പറയും. 4+3 5/4+3 എന്ന് പറഞ്ഞാൽ 7. ഇതാണ് ഇതിൻ്റെ ഉത്തരം. 5/7 എന്ന് കിട്ടും. അത് കിട്ടി. അത് ക്ലിയർ ആണ്. ഇതൊക്കെയാണ്, എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാൽ ബാക്കി ഈ 2 കണക്കിൻ്റെ ഉത്തരം, 2ാമത്തെയും 3ാമത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് നോക്കിയിട്ട് ഇതൊന്ന് പ്ലേ ചെയ്താൽ മതി. ഓക്കെ, 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. എന്താ ചോദ്യം?
3/8 ഇൻറ്റു 3/5 ഇൻറ്റു 3/6 ചോദിച്ചേ. സെയിം റൂള്. എത്ര തവണ ബേസ് വന്നാൽ ഇവിടെ എ ആണ്, ഇവിടെയാണ്. ഇനി വീണ്ടും ഒരു എ വന്നാൽ ഇപ്പൊ a/p എന്ന് കൊടുത്താൽ അത് a/m+n+p ആണ്. സോ എത്ര തവണ ബേസ് ഉണ്ടെങ്കിലും ആ ബേസ് അങ്ങ് എഴുതണം. ആ ബേസ് എന്ന് പറഞ്ഞാൽ 3 അങ്ങ് എഴുതിയിട്ട് ഇടയ്ക്കെല്ലാം ഇൻറ്റു ആണ്. സോ പവർ എല്ലാം കൂട്ടണം. m+n+p+q അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പവർ കൂട്ടുമ്പം 8+5+6 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പം 3/8 കൂടെ 5 കൂട്ടുമ്പോൾ 13 എന്ന് കിട്ടും. 13 കൂടെ 6 കൂടെ കൂട്ടുമ്പം 19 എന്ന് കിട്ടും. അത്രയല്ലേ ഉള്ളു. ക്ലിയർ ആണ്. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അന്നേരം ഇത് ക്ലിയറായി, റെഡിയായി. എന്നാൽ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനൂടെ നിങ്ങൾ ചെയ്ത് കാണും എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങളത് ചെയ്ത് കാണും. എന്താ ചോദ്യം? 4/6 ഇൻറ്റു 4/-5 ഇൻറ്റു 4/4 ചോദ്യം. ലാസ്റ്റ് നമുക്ക് നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ എക്സാമിനകത്തെ ഒരു ചോദ്യം ഈ മോഡലിലാണ് വന്നത്. ഈ ചോദ്യം അല്ല, ഈ മോഡലിലാണ്. നമുക്ക് ആ കണക്ക് പിന്നെ പ്രീവിയസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്പം ആ കണക്കിലേക്ക് വരാം. 4/6 ഇൻറ്റു 4/-5 ഇൻറ്റു 4/4 എന്ന് കാണുമ്പം എല്ലായിടത്തുമുള്ള ബേസ് 4 അങ്ങ് എഴുതിയിട്ട് m+n+p എന്നൊക്കെ പറയുന്ന പോലെ പവർ കൂട്ടുമ്പം 6+-5+4 എന്ന് നമ്മൾ എഴുതി വെക്കുമല്ലോ. എഴുതി വെക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ പറയണം 4/2 പ്ലസ് ഉള്ളത് എടുത്ത് കൂട്ടണം. പ്ലസ് ഉള്ള ഏതൊക്കെയാ? 6ഉം 4ഉം. മൈനസ് അവിടെ നിൽക്കട്ടെ. പ്ലസ് ഉള്ള 6ഉം 4. ഒരു 6ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 6ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 10 കിട്ടി. എന്നിട്ട് ഈ പ്ലസ് ഇൻറ്റു മൈനസ് -5 എഴുതണം. മൈനസ് ഉള്ള അതുപോലെ എഴുതി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇങ്ങനെ 6ന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള എത്ര? -5. ആ -5 എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ പറയണം 4/10 എന്ന് പറഞ്ഞാൽ 10 ന്ന് 5 കുറച്ച് 5 കിട്ടും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 4/5 ആണ് ഈ കണക്കിന്റെ നമ്മുടെ ഉത്തരം. എല്ലാവർക്കും ഇത് ക്ലിയറായി? ഓക്കെ ആണ്. എന്നാൽ ബാക്കിയുള്ള ഈ 3 കണക്കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഏത് റൂളാണെന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് വരാം. പറ ചോദ്യം. 10/6 ഡിവൈഡഡ് ബൈ 10/4 ആണ്. 10/6 ഡിവൈഡഡ് ബൈ 10/4 എന്ന് പറഞ്ഞാൽ ആദ്യം പറ റൂൾ ഏതാ? a/m/a/n അല്ലേ? രണ്ടാമത്തെ റൂളാ. a/m/a/n എന്ന് പറഞ്ഞാൽ റൂള് പറയുന്നത് എന്താ? a/m-n എന്നാണ്. a/m-n എന്നാണ്. എന്നാൽ നമുക്ക് ആ റൂളിലേക്ക് പോകാം. 10/6 ഡിവൈഡഡ് ബൈ 10/4 എന്ന് പറഞ്ഞാൽ ഇവിടെയും എ ആണ്, ഇവിടെ എ ആണ്, ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്. സോ ഒരേ ബേസ് ആണെങ്കിൽ ഇങ്ങനെ പറയും 10/m-n എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വില 6, 6 - 4 കിട്ടും. അങ്ങനെ കിട്ടിയാൽ 10/6 നിന്ന് 4 കുറച്ച 2 കിട്ടും. ആൻസർ 10/2 ഉത്തരം. ഓക്കെ ആണ്. ക്ലിയർ ആണെങ്കിൽ ഇതൂടെ പറയാം. 8/5 ഡിവൈഡഡ് ബൈ 8/6 കണ്ട അപ്പോഴേ പറയും 8/m-n എന്ന് പറഞ്ഞാൽ 5 - 6. സോ ആൻസർ ഇസ് ഈക്വൽ ടു 8/5 ന്ന് 6 കുറച്ച തിരിച്ച് കുറയ്ക്കണം. 6 ന്ന് 5 കുറയ്ക്കണം എന്ന് വെച്ചാൽ പ്ലസും മൈനസും ആണെങ്കിൽ, പ്ലസ് നിന്ന് മൈനസ് കുറയ്ക്കാനാണെങ്കിൽ പ്ലസും മൈനസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. സോ വലുത് 6 ആണ്. 6 ന്ന് 5 കുറയ്ക്കണം. 6 ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. എന്നിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുമ്പം മൈനസ് കൊടുക്കണം. സോ -1 കിട്ടുമല്ലോ. എങ്ങനെയാ ചെയ്തേ? പ്ലസും മൈനസും വന്നാൽ എങ്ങനെ ചെയ്യണം? 5ഉം 6ഉം പ്ലസും മൈനസും വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, പ്ലസും മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. സോ 6 ന്ന് 5 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. വലുത് 6 ആണ്. 6ന്റെ ചിഹ്നം -1 കിട്ടിയല്ലോ. എന്ന ഇതൂടെ ഒന്ന് പറയാൻ h6 ഡിവൈഡഡ് ബൈ h10 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? h6 -10 എഴുതും. സോ ആൻസർ ഇസ് ഈക്വൽ ടു h6 6 ന്ന് 10 കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 10 ന്ന് 6 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. വലുതിന്റെ ചിഹ്നം മൈനസ് കൊടുക്കുമ്പം h−4 നമ്മുടെ ഉത്തരവായിട്ട് മാറും. ക്ലിയറായി. 2 റൂള് നമ്മൾ അപ്ലൈ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് റൂള് a/m × a/n
അടുത്ത a/m/a/n അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായല്ലോ? ക്ലിയർ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. അത് പവർ റൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. 5/4 കണ്ടു. അപ്പോഴേ നിങ്ങൾ പറയണം ഒരു സംഖ്യയ്ക്ക് 5-1 കൂടുതൽ പവർ ഉണ്ട്. 5ന്റെ പവറായിട്ട് 4 പറയുന്നുണ്ട്, 5ന്റെ പവറായിട്ട് 3 പറയുന്നുണ്ട്. ശരിയല്ലേ? എന്നാൽ നിങ്ങളുടെ റൂൾ ഇതാണ്. ഈ റൂള് നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് പറയണം. a/m/n എന്ന് പറഞ്ഞാൽ a/m/n എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച 3ാമത്തെ റൂളാണ്. സോ ഒരു സംഖ്യയ്ക്ക് 1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ ആ പവർ ഗുണിക്കണം m/n എന്ന് എഴുതണം. എന്നാൽ 5/4 നമ്മൾ എങ്ങനെ എഴുതും? 5/1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ m/n ഉണ്ടെങ്കിൽ m/n എന്ന് എഴുതും. സോ 4, 3 ഉണ്ടെങ്കിൽ 1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ അപ്പോഴേ പവർ ഗുണിക്കുമ്പം അത് 4x3 എന്ന് എഴുതും. 5/4 എന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും പറയും 5/4 കൊണ്ട് 3 ഗുണിച്ചാൽ 12 കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. ഒരു സംശയമില്ല, എല്ലാവർക്കും ക്ലിയർ. ഓക്കെ, എന്നാൽ അടുത്തയിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യം. 8/5 അത് കണ്ടപ്പോഴേ നിങ്ങൾ പറയും 8ന്റെ പവർ ഏതൊക്കെയാണ്? 5 ഉണ്ട്, h ഉണ്ട്. ഒരു സംഖ്യയ്ക്ക് 1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ പറയും ആ പവർ ഗുണിക്കും. പവർ ഗുണിക്കുമ്പം 5 × h എന്ന് എഴുതും. ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ എഴുതും 8/5 × h എന്ന് പറഞ്ഞാൽ 5h എന്ന് നമുക്ക് എഴുതാം. 5 × h എന്ന് പറഞ്ഞാൽ 5h എന്ന് എഴുതാം. കഴിഞ്ഞു, അത് ക്ലിയറായി. എന്നാൽ ഇതിലേക്ക് വരാം. നോക്കിക്കോ. a/m/n/p അങ്ങനെ നിൽക്കുക. അതായത് ഒരു സംഖ്യയ്ക്ക് 1 പവർ, 2 പവർ, 3 പവർ ഉണ്ട്. എത്ര പവർ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ m/n, m/n/p എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യം ബേസ് 3 അങ്ങോട്ട് എഴുതി വെച്ചിട്ട് എത്ര പവർ ഉണ്ടെങ്കിലും ആ പവറൊക്കെ ഗുണിക്കണം. പവർ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 × 5 × 2 പവറൊക്കെ ഗുണിക്കണം. എന്നിട്ട് ഗുണിച്ച് കിട്ടുമ്പം 3/5 5 × 4 20, 20 × 2 40 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. 5 × 4 20, 20 × 2 40 കിട്ടി. എത്ര പവർ ഉണ്ടെങ്കിലും ആ പവർ എല്ലാം കൂടെ ഗുണിക്കണം. കിട്ടിയല്ലോ? എന്ന 10ാമത്തെ ചോദ്യം. 6/4 എന്നാണ് തരുന്നതെങ്കിൽ എങ്ങനെ പറയും? 6/1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ പവർ ഗുണിക്കണമെന്ന് പറഞ്ഞല്ലോ. 1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ പവർ ഗുണിക്കണം. എങ്ങനെ പവർ ഗുണിക്കും? 6/2 പവർ ഏതൊക്കെ? 4 അടുത്തതെന്ന് പറഞ്ഞാൽ 1/2. 4 × 1/2 അങ്ങനെയാണ്. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതും? 6/4 × 1/2 എന്ന് പറഞ്ഞാൽ താഴെ 2 മുകളിൽ 4. അങ്ങനെ തന്നെ വായിക്കണേ. മേളിൽ 4 താഴെ 2. അങ്ങനെ ഇങ്ങനെ വെട്ടണം. 2ൽ 2 ഒരെണ്ണം, 4ൽ 2 രണ്ടെണ്ണം. അന്നേരം ബാക്കി മുകളിലുള്ള എത്ര? 2 × 1 2 ബൈ താഴെയുള്ള 1. ശരിയല്ലേ? എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? 6/2 2/1 എന്ന് പറഞ്ഞാൽ താഴെ 1 കൊടുക്കണ്ട. സോ 6/2 ആയിരിക്കും ഉത്തരം. പിടികിട്ടി? കഴിഞ്ഞു, തീർന്നു. എന്നാൽ ഇതുകൂടെ ചെയ്തു തീർക്കുക. 3/8 എന്ന് പറഞ്ഞാൽ 1 കൂടുതൽ പവർ ഉണ്ടെങ്കിൽ പവർ ഗുണിക്കും. സോ 3/8 × 1/4 എന്ന് എഴുതുമല്ലോ. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? 3/8 മുകളിൽ 8 താഴെ 4 വെട്ടിക്രിയയാണ്. 4നകത്ത് 4 ഒരു തവണ, 8നകത്ത് 4 ആണെങ്കിൽ 2 തവണ. ശരിയല്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 3/8 മുകളിൽ 2 × 1 2 താഴെ 1. സോ 3/2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. ആൻസർ 3ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളു. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന റൂളിനകത്തെ 3ാമത്തെ റൂള്. a/m/n a/m/n. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത നമ്പേഴ്സിലേക്ക് പോകാം. അടുത്ത എന്താണ്? 5/6. 5/6 എന്നേ ഉണ്ട്. ഏതാ റൂള്? 5/6 എന്ന് കണ്ടാൽ നമ്മൾ പറയേണ്ട റൂൾ ഇതാണ്.
റൂൾ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയുടെ പവർ മുകളിൽ മൈനസ് ആണെങ്കിൽ, സോ a⁻m ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻m എന്ന് എഴുതാമല്ലോ. സോ ഒരു സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ അതിൻ്റെ താപ്പോട്ട് എഴുതി കഴിഞ്ഞാൽ പ്ലസ് ആവും. എന്നാൽ 5⁻⁻⁶ മൈനസ് മാറാൻ വേണ്ടി നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 1/5⁻⁶ എന്നങ്ങ് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ. 1/5⁻⁶. 5⁻⁻⁶ താപ്പോട്ട് എഴുതി കഴിഞ്ഞാൽ മൈനസ് മാറി പ്ലസ് കിട്ടും. സോ 1/5⁻⁶. അത്രയേ ഉള്ളൂ, തീർന്നു. എന്നാൽ അടുത്തതിലേക്ക് പോവാം, 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തോ പറയുന്നത്? 3/8 ഡിവൈഡഡ് ബൈ 3/10. അത് കണ്ടപ്പോഴേ മനസ്സിലായി, റൂള് മനസ്സിലായി. a/m/a/n = a/m-n. m-n എന്ന് പറഞ്ഞാൽ 8 - 10. 8 - 10 എന്ന് പറഞ്ഞാൽ 8 നിന്ന് 10 കുറച്ചാൽ -2 എന്ന് കിട്ടും. വലുതിനും ചെറുത് കുറയ്ക്കും. 10 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2, വലുതിൻ്റെ തന്നെ മൈനസ്. സോ -2 എന്ന് കിട്ടി. 3/-2 എന്ന് കിട്ടി. പക്ഷേ ഈ ഓപ്ഷൻസിനകത്ത് 3/-2 ഇല്ല. എങ്ങനെ എഴുതും? മൈനസ് മാറ്റാൻ വേണ്ടി a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m. സോ 1/3/3/2 എന്ന് എഴുതും. 1/3/2 എന്ന് എഴുതിയാൽ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോടെ എഴുതാം. 1/3/2 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9. സോ ആൻസർ = 1/9 എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇവിടെ കിട്ടിയോ? ക്ലിയർ ആയി. എന്നാൽ ഇതിലേക്ക് വരാം. 1/2⁻5. ഇതും നമ്മൾ പഠിച്ച റൂളിനകത്ത് ഒന്നാണ്. അടുത്ത റൂൾ നമ്മൾ പഠിച്ച ഇതായിരുന്നു. a⁻m = 1/a⁻⁻1 എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ പവർ താഴെ മൈനസ് ആണെങ്കിൽ അതിനെ മേളിലോട്ട് കൊണ്ടുവന്ന ആ പവർ അങ്ങ് പ്ലസ് ആയി മാറും. സോ 2/5 താഴെ മൈനസ് ആണ്, എന്നാൽ അത് മേളിലോട്ട് എഴുതി കഴിഞ്ഞാൽ അത് 2/5. അത്രയേ ഉള്ളൂ, തീർന്നു. 2/5 താഴെ നിൽക്കുകയാണ്, അത് മേളിലോട്ട് കൊണ്ടുവരുമ്പം ആ മൈനസ് മാറി ഇത് പ്ലസ് ആയിട്ട് മാറും. 2/5 എന്ന് കിട്ടും. കഴിഞ്ഞു. എന്നാൽ അടുത്തതിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താ റൂള്? 5/4 എന്നാ റൂള്. അതൊന്ന് ചെയ്യാം. 5/4 ചെയ്യുന്നതിന് മുമ്പ് റൂൾ ഒന്ന് പഠിക്കാം. ഒന്നുകൂടെ ഒന്ന് പറയാം. a/b m b/a ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ 6ാമത്തെ റൂള്. a/b എന്ന ഭിന്നസംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ അതിനെ തിരിച്ച് b/a എന്നിട്ടാൽ അതിൻ്റെ പവർ പ്ലസ് ആയിട്ട് മാറും എന്ന് നമുക്കറിയാം. എന്നാൽ 5/4 എന്ന സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ 5/4 തിരിച്ച് 4/5 എന്ന് എഴുതിയാൽ ആ മൈനസ് മാറി പവർ 3 എന്ന് കിട്ടുമല്ലോ. സോ 4/5⁻3 എന്ന് കിട്ടി. ഇത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോടെ എഴുതാം. അടുത്ത നമ്മുടെ റൂൾ അങ്ങനെയായിരുന്നു. 4/5⁻3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം a/b m എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൂൾ നമ്മൾ പഠിച്ചല്ലോ. a/b m എന്ന് പറഞ്ഞാൽ a/m/b/m ആണ്. അതുകൊണ്ട് 4/5⁻3 എന്ന് പറഞ്ഞാൽ അത് 4/3/5/3 ആണ്. എന്ന് വെച്ചാൽ 4/3 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ് 4 3 തവണ ഗുണിക്കണം. 4 3 തവണ ഗുണിച്ചാൽ 4 × 4 × 4 4 × 4 16 16 × 4 64/5ന്റെ ക്യൂബ് 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125. അതാണ് ഉത്തരം. 64/125 കിട്ടി. എന്നാൽ അവസാനം 16ാമത്തെ കണക്കിലേക്ക് പോകാം. 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 ഇത് കണ്ട നിങ്ങൾ അപ്പോഴേ പറയും, ആദ്യം പറയും, എടാ എല്ലാത്തിൻ്റെയും പവർ മൈനസ് ആണെങ്കിൽ ആദ്യം മൈനസ് മാറ്റാം. എന്നാൽ ഇത് 1/2 എന്ന് പറഞ്ഞാൽ a/b a/b തിരിച്ച് b/a എന്നിടാം. 2/1 എന്നിടാം. 1/2 തിരിച്ച് 2/1 ഇട്ടാൽ ഈ മൈനസ് ഇല്ല, പിന്നെ 2 ഉള്ളു. മൈനസ് മാറി m എന്ന് കിട്ടും. എന്നാൽ 1/3 മാറിയിട്ട് 3/1 ഇട്ടാൽ മൈനസ് മാറി 2 എന്നിടാം. എന്നാൽ 1/4 മാറ്റിയിട്ട് 4/1 ഇട്ടാൽ മൈനസ് മാറി 2 എന്നിടാം. കിട്ടി. എന്നാൽ 2/1 എന്ന് പറഞ്ഞാൽ 2ന് 1നും പവർ കൊടുക്കാം. പക്ഷെ അതിലേക്കാട്ടി എളുപ്പം എന്ന് പറഞ്ഞാൽ 2/1 എന്ന് പറഞ്ഞാൽ അത് 2 തന്നെ. താഴെ 1 ആണെങ്കിൽ കൊടുക്കണ്ട.
സോ 2/1 എന്ന് പറഞ്ഞാൽ 2, മുകളിൽ 2ന്റെ സ്ക്വയർ പ്ലസ് 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെ, സോ 3ന്റെ സ്ക്വയർ പ്ലസ് 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെ, 4ന്റെ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയ 2ന്റെ സ്ക്വയർ എത്ര കിട്ടും? 4 പ്ലസ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 4ന്റെ സ്ക്വയർ 16. ഇനി അതെല്ലാം അവിടെ കൂട്ടിയാൽ 16ന്റെ കൂടെ 9 കൂട്ടിയ 25ഉം 25ഉം 4ഉം 29ഉം. അതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇപ്പം ക്ലിയറായി. 16 ചോദ്യം, 16 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5x ദ ഹോൾ ക്യൂബ്. അതാണ് 5x ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന് ബേസായിട്ട് ആസ്പദമാക്കിയിട്ട് നമ്മൾ പഠിച്ച റൂള്, ആ റൂൾ ഇങ്ങനെയായിരുന്നു. എ ബിയുടെ പവർ എം ആണെങ്കിൽ a⁻m ഇൻറ്റു b⁻m ആണ്. എ ബിക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ആ പവർ എക്കും ഉണ്ട് ബിക്കും ഉണ്ട് എന്ന് പറയുന്ന പോലെ 5xന്റെ പവർ 3 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 5ന്റെ പവർ 3 ആണ് ഇൻറ്റു 5x എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എച്ചിൻ്റെ പവറും 3 ആണ്. 5ൻ്റെയും പവർ 3 ആണ്, എച്ചിൻ്റെയും പവർ 3 ആണ്. സോ 5ന്റെ പവർ 3 ആകുമ്പം 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125 എന്ന് കിട്ടും. എച്ചിൻ്റെ ക്യൂബ് എച്ച് ക്യൂബ് എന്ന് തന്നെ എഴുതും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 125, 125 എച്ച് ക്യൂബ് എന്ന് കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ അടുത്ത കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്ത് കാണും. 18ാമത്തെ ചോദ്യം എല്ലാവരും ഇനി ചെയ്യണം, ആൻസർ തനിയെ അങ്ങ് ചെയ്യണം. കാരണം റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഒന്നുകൂടെ എക്സാമ്പിൾസ് പറയുന്നതേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് ശരിയാണെന്ന് ഉറപ്പിക്കണം. സോ h/5⁻3 എന്ന് പറഞ്ഞാൽ അടുത്ത റൂൾ എന്തായിരുന്നു? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ള a/bയുടെ പവർ m ആണെങ്കിൽ അതിൻ്റെ അർത്ഥം a⁻m/b⁻m എന്നാണ്. എയുടെയും പവർ m ആണ്, ബിയുടെയും പവർ m ആണ്. എന്നാൽ h/5ന്റെ പവർ 3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? h3/5⁻3 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ മുകളിൽ h3/, താഴെ 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125. ആൻസർ h3/125 എന്ന് കിട്ടും. ക്ലിയർ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നാൽ അടുത്ത കണക്കിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യം. ഈ റൂള് കാണുമ്പോഴേ നമുക്കറിയാം 169/1/2 എന്ന് കണ്ട അപ്പോഴേ പറയണം റൂൾ ഇതാ. a⁻1/2 എന്ന് പറഞ്ഞാൽ √a ആണ്. ഒരു സംഖ്യയുടെ പവർ 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കാനാണ്. സോ 169/1/2 എന്ന് പറഞ്ഞാൽ അർത്ഥം √169 എത്ര എന്നാണ് എന്ന് വെച്ചാൽ √169 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 169, എന്നാൽ ഏത് സംഖ്യയെ 2 തവണ ഗുണിച്ച 169 എന്ന ചോദ്യം. പറ, ഏതിൻ്റെ സ്ക്വയർ ആണ് 169? 13ന്റെ സ്ക്വയർ. 13 ഗുണം 13 ആണ് 169. സോ √169ന്റെ വില 13 ആണ്. കിട്ടി, അതും കഴിഞ്ഞു. എന്നാൽ അടുത്തയിലേക്ക് പോകാം. 125/1/3. അത് കാണുമ്പം ഈ റൂൾ പറയണം. a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ആണ്. a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എ. ഏതൊരു സംഖ്യയുടെ പവറും 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കാനാണ്. ക്യൂബിക് റൂട്ട് ഓഫ് 125. ക്ലിയർ. സോ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് സംഖ്യയുടെ ക്യൂബാണ് 125? ഏത് സംഖ്യയെ 3 തവണ ഗുണിച്ചാൽ 125 കിട്ടും, അതാ ക്യൂബ് റൂട്ട്. ഏത് സംഖ്യയെ 3 തവണ ഗുണിച്ചാൽ 125 കിട്ടും? 5നെ 3 തവണ ഗുണിച്ചാലല്ലേ 125? 5 ഗുണം 5 അല്ലേ 125? സോ ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞാൽ 5 ആണ്. കിട്ടി, ഇതെല്ലാം കിട്ടി. എന്നാൽ ഇതുകൂടെ ചെയ്ത് ഇതങ്ങ് ഉറപ്പിച്ച് ഉത്തരം പറഞ്ഞ് 441/1/2 എന്ന് പറഞ്ഞാൽ √441 പ്ലസ് 216/1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 216. അതാ ചോദ്യം. സോ √441 എന്ന് പറഞ്ഞാൽ
ഏത് സംഖ്യയുടെ സ്ക്വയറാണ് 441? 21ന്റെ സ്ക്വയർ. 21 ഗുണം 21 441. സോ റൂട്ട് 441ന്റെ വില 21 പ്ലസ് അടുത്ത ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാണ് 216? 6ന്റെ ക്യൂബാണ്. 6 ഗുണം 6 ഗുണം 6 216. സോ 21ന്റെ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 27 എന്ന് കിട്ടും. അതാണ് ഉത്തരം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെയും ക്യൂബ് റൂട്ടിന്റെയും സ്പ്ലിറ്റിങ്ങിന്റെ ഒക്കെ റൂൾസ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. 25 എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ആ 25ാമത്തെ കണക്കുകളിലേക്ക് നമ്മൾ വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 22. x⁻5 ഇൻറ്റു x⁻−5 റൂള് a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻, അറിയാമല്ലോ, m+n. m+n എന്ന് പറഞ്ഞാൽ 5 പ്ലസ് n എന്ന് പറഞ്ഞാൽ -5 ഇസ് ഈക്വൽ ടു h⁻, 5 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ +5 -5. ഇത് പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിട്ട് മാറും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. സോ 5 - 5 എന്ന് പറഞ്ഞാൽ 0. സോ h⁻0 എന്ന് കിട്ടും. അല്ലെങ്കിൽ എത്രയേ ഉള്ളൂ, +5 -5 വരുമ്പോൾ അത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, 0. h⁻0 എന്ന് കിട്ടും. ഇനി എന്ത് ഉത്തരം പറയണ്ടേ? h⁻0 കണ്ട ഉടനെ നിങ്ങൾ പറയും ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ഉത്തരം എപ്പോഴും 1 ആയിരിക്കും. നമുക്കൊരു റൂൾ ഉണ്ടായിരുന്നു, a⁻0 ഈസ് ആൾവേസ് 1. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ഉത്തരം എപ്പോഴും 1. സോ എച്ചിൻ്റെ പവർ 0 ആയതുകൊണ്ട് ആൻസർ എപ്പോഴും 1. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നാൽ 23ാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, തീർത്തു. 5⁻0 കണ്ടപ്പോഴേ നിങ്ങൾ പറയും ഒരു സംഖ്യയുടെ പവർ 0 ആണോ? ഉത്തരം 1 ആണ്. ഇൻറ്റു 10⁻0 കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു സംഖ്യയുടെ പവർ 10ന്റെ പവർ 0 ആണെങ്കിൽ ഉത്തരം 1. 8ന്റെ പവർ 0 ആണെങ്കിൽ ഉത്തരം 1. 1 ഗുണം 1 ഗുണം 1 ഇസ് ഈക്വൽ ടു 1. 1ന് എത്ര തവണ കുടിച്ചാലും ഉത്തരം 1 തന്നെ. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നാലും ആ റൂളും കഴിഞ്ഞു. റൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയി, ക്ലിയർ ആയി. എന്നാൽ ഇതൊന്ന് പറ. 5⁻4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5⁻6 അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5⁻4 ഇൻറ്റു 5 കാണുമ്പം 5ന് പവർ അല്ല. അപ്പം നമുക്കറിയാം ഒരു സംഖ്യയ്ക്ക് പവർ ഒന്നുമില്ലെങ്കിൽ പവർ 1 ആണ്. കാരണം നമ്മുടെ റൂള് a⁻1 എന്ന് പറഞ്ഞാൽ തന്നെയാണ്, 5⁻1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സോ 5 മാറ്റി നമുക്ക് അപ്പോഴേ എഴുതണം 5⁻1. സോ സംഖ്യയ്ക്ക് പവർ ഒന്നും ഇല്ലെങ്കിൽ അപ്പോഴേ പവർ 1 കൊടുക്കണം. അങ്ങനെ 1 കൊടുക്കുമ്പോൾ ഉള്ള ഗുണം ഇത് റൂളായിട്ട് മാറി. ഇത് മാത്രം വായിക്കണം, മേളിൽ നിൽക്കുന്ന മാത്രം വായിക്കണം. 5⁻4 ഇൻറ്റു 5⁻1 എന്ന് പറഞ്ഞാൽ റൂള് a⁻m ഇൻറ്റു ഇടയ്ക്ക് ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n. m+n എന്ന് പറഞ്ഞാൽ 4 + 1 5 ഡിവൈഡഡ് ബൈ താഴെ 5⁻6 ഉണ്ട്, കിട്ടി. എന്നാൽ അപ്പോഴേ നമുക്ക് റൂള് വരും. 5⁻5/5⁻6 കാണുമ്പോൾ നമ്മൾ പറയും റൂള് a⁻m ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n. m-n എന്ന് പറഞ്ഞാൽ 5 - 6 ഇസ് ഈക്വൽ ടു 5 6 കുറച്ചാൽ -1 എന്ന് കിട്ടും. തിരിച്ചു കുറയ്ക്കും. 6 5 കുറയ്ക്കുമ്പോൾ 1, വലുതിൻ്റെ ഇന്നും മൈനസ്. 5⁻1 കിട്ടി. അത് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അറിയാം. 5⁻1 മാറ്റാൻ വേണ്ടി ഒരു സംഖ്യയുടെ പവർ മൈനസ് മാറ്റാൻ വേണ്ടി അതിനെ താപ്പോട്ട് എഴുതിയാൽ മതി. താപ്പോട്ട് എഴുതുമ്പോൾ 1/5⁻1 എന്ന് എഴുതും. 5⁻1 താപ്പോട്ട് വരുമ്പം മൈനസ് മാറ്റിക്കഴിഞ്ഞാൽ 1/5⁻1. എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതും 1/5⁻1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 5 എന്ന് എഴുതാം. സോ 5 5 അല്ലേ? ഒരു സംഖ്യയുടെ പവർ 1 ആണെങ്കിൽ ആൻസർ എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. 5⁻1 എന്ന് പറഞ്ഞാൽ 5 തന്നെ. കഴിഞ്ഞു. സോ ഈ കണക്കിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് എത്ര പറയാം? 1/5 ആണ് ഉത്തരം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ക്ലിയറായി? അത് ഓക്കെയാണ് എങ്കിൽ 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3⁻4 ഇൻറ്റു 2⁻6 ഇൻറ്റു 5⁻3 ഡിവൈഡഡ് ബൈ താഴെ ഏതൊക്കെയാ? 3ന്റെ സ്ക്വയറും 2⁻4 ഇൻറ്റു 5. ശരിയല്ലേ? നോക്കിക്കോ എങ്ങനെയാ ബേസ് ഒക്കെ നോക്കുക. മുകളിൽ 3, താഴെയും 3. സോ ഇത് മാത്രം ആദ്യം അങ്ങ് ചെയ്യണം, ബാക്കി പിന്നെ അത്രയേ ഉള്ളൂ. 3⁻4 ഒരേ ബേസ് ഉള്ളത് വേണം ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ബേസ് 3, ഇവിടെയും ബേസ് 3 എന്ന റൂൾ ഏതാ? a⁻m ബൈ a⁻n ഇസ് ഈക്വൽ ടു
എ റൈസ് ടു എം മൈനസ് എൻ. എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ഇവിടെ ബേസ് 2, ഇവിടെയും ബേസ് 2 എന്നാൽ അത് വേണം പിന്നെ ചെയ്യേണ്ടത്. 2/6/2/4 എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, 6 4 കുറച്ച 2 ഇൻറ്റു. ക്ലിയർ. 5/3 ഡിവൈഡഡ് ബൈ 5, 5 നമ്മളങ്ങ് എഴുതും, 5/1 എന്ന് എഴുതും. കിട്ടി. അങ്ങനെയാണെങ്കിൽ 5/3/5/1 എന്ന് പറഞ്ഞാൽ 5 എം മൈനസ് എൻ, 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. കിട്ടി. ഓക്കെ ആണേ. 3/2 ഇൻറ്റു 2/2 ഇൻറ്റു 5/2 വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഇങ്ങനെ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്നിട്ട് ഗുണിച്ചെഴുതുമ്പം 25നെ കൊണ്ട് 4 ഗുണിച്ചാൽ 100 കിട്ടും. 100നെ കൊണ്ട് 9 ഗുണിച്ചാൽ 9 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 900 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എന്നാലും ഇത്രയുള്ള കൃത്യങ്ക നിയമത്തിൻ്റെ ചോദ്യങ്ങൾ 25 എക്സാമ്പിൾ ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ കൃത്യങ്ക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 12 റൂൾസ് നമ്മൾ പഠിച്ചല്ലോ. നിയമങ്ങളിലെ 12 റൂൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്നിട്ട് ആ റൂൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 25 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇത് ഇത്രയും നിങ്ങൾ പഠിക്കണം. ആ 12 റൂൾസും പഠിക്കണം, ഈ 25 കണക്ക് ആ റൂൾ അനുസരിച്ച് ചെയ്ത രീതിയും നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇനി കൃത്യങ്കത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് കണക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് കണക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ റൂള് പഠിക്കണം, റൂൾ അപ്ലൈ ചെയ്യാൻ അറിയണം. അതിനാണ് ഇത്രയും കണക്കുകൾ നമ്മൾ പറഞ്ഞത്. റൂളിനോടൊപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ചോദ്യം എഴുതി അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ കാര്യം ഇത് നല്ല വ്യക്തമാകണം, വ്യക്തമായി കാണാത്തവർ മനസ്സിലാകാത്തവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കണം, ഒന്നുകൂടെ കാണണം, ഒന്നുകൂടെ കണ്ട് ഇത് ക്ലിയർ ചെയ്യണം. ഇനി കൃത്യങ്ക നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് ചോദിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വേണ്ടത് കൃത്യങ്കത്തിനകത്തെ മറ്റു ചോദ്യങ്ങളാണ്, കുറേ കൂടെ വലിയ ചോദ്യങ്ങളാണ്. ഫാക്ടറൈസേഷനും ഘടകക്രിയയും റൂള് വെച്ച് ചെയ്യുന്ന ഒരിത്തിരി കൂടെ വലിയ കണക്കുകളൊക്കെയാണ്. അതൊക്കെയാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നും പറഞ്ഞ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പക്ഷേ ഇതാണ് അതിൻ്റെ ബേസ്, ഇതാണ് അതിൻ്റെ തുടക്കം. നിയമങ്ങളും അതിൻ്റെ 25 എക്സാമ്പിളും ഇതെല്ലാവരും പഠിക്കുക, ഇത് ക്ലിയർ ചെയ്യുക. എന്നാൽ ഇനി വരുന്ന കണക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.